കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുഭാഷ് പറയുന്നതൊക്കെ കേട്ട് നമ്മുടെ നികേഷ് തലയ്ക്ക് കൈവച്ച് ഓടുന്നു ചെയ്യുന്നത്. എന്തുട്ടാടാ അവൻ തലയ്ക്ക് കൈ വയ്ക്കണൊക്കെ ഉണ്ടല്ലോ എന്ന് അപ്പുറത്ത് നിന്നങ്ങായിട്ട് നമ്മുടെ സുധീഷും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവം? സാമ്പാർ വെക്കും, അവിയൽ വെക്കും, ക്യാബേജ് വെക്കും, ഉച്ചയ്ക്ക് അത് കൂട്ടി കഴിക്കും, വൈകുന്നേരം അത് ചൂടാക്കും, അങ്ങനെയൊക്കെയൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് നമ്മുടെ നികേഷ് എന്ന് പറയുന്നുണ്ട്, പോയി 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 ഇത് പോയി ഈ ബന്ധം ഉണ്ടാവില്ല എന്താന്ന് വെച്ചപ്പോൾ അതെ സാമ്പാർ വെക്കുന്നതും ക്യാബേജ് വെക്കുന്നതും പച്ചക്കായ ഉപ്പേരി വെക്കണൊക്കെയാണ് പറയുന്നത്. ഈ ഏട്ടനെന്താ ഇങ്ങനെ വല്ലാത്തൊരു കഷ്ടമായി പോയില്ല എന്ന് പറയും. അപ്പം നിധി പറയും, സുഭാഷ് ഏട്ടനെ കുറ്റം പറയണ്ട, സുഭാഷ് ഏട്ടൻ്റെ മനസ്സിലിരിപ്പ് ഉള്ളിലുള്ളതൊക്കെ ആ പെൺകുട്ടി എന്താണെന്ന് അറിഞ്ഞോട്ടെ, അതല്ലേ നല്ലത്. എന്നിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മതി. അല്ലാതെ കല്യാണത്തിന് മുന്നേ ഞാൻ ഇങ്ങനെയാണ് അവൻ ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് മറ്റേതാണ് ആനയാണ് ചേനയാണെന്ന് പറയണേക്കാൾ പറഞ്ഞിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും ഒക്കെ നോണയെന്ന് പറയണേക്കാളും നല്ലതാണ് എല്ലാം കല്യാണത്തിന് മുന്നേ തുറന്ന് പറയണേന്ന് പറയും. ചില ആൾക്കാരെ പോലെ അത് നല്ലതല്ല എന്ന് പറഞ്ഞപ്പോൾ സുധീഷിന് കാര്യം മനസ്സിലായി. അനിയന്മാർ രണ്ടുപേരും പൊട്ടിച്ചിരിക്കും. അത് ശരിയാണ്, അത് ശരിയാണ്. ഹരീഷിനും ഇഷ്ടപ്പെട്ടു. ഹരീഷ് പറയും, അത് ചേട്ടത്തി പറഞ്ഞത് ശരിയെന്ന് പറയും. ഉള്ള കാര്യം അറിഞ്ഞിട്ട് സ്നേഹിക്കണമെങ്കിൽ സ്നേഹിച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറയും. അതെ അതാണ് നല്ലതെന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കും. ആ സുധീഷിനടാ നിങ്ങളെല്ലാവരും കൂടെ എന്നിട്ട് ആരണല്ലേ എന്ന് ചോദിക്കും. അപ്പുറത്തു നിന്ന് ജ്യോതിക്ക് തീരെ ഇഷ്ടമാവണില്ല, അസ്വസ്ഥത. അവിടെ ഇങ്ങനെ ഇയാളൊന്നും വേറൊന്നും പറയില്ല, തന്നെക്കുറിച്ചോ അല്ലെങ്കിൽ ഫാമിലിനെ കുറിച്ചോ വിവാഹത്തെക്കുറിച്ചോ അതൊക്കെയുള്ള ഒരു പെൺകുട്ടി ആഗ്രഹിക്കാം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇയാളാണ് അടുക്കളപ്പണിയൊക്കെ എടുക്കണേ അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ അനിയത്തി ഒരു പണി എടുക്കില്ലേ എന്ന് ചോദിക്കും. അപ്പം അനിയത്തി അത്യാവശ്യം കുറേശ്ശെ പണിയൊക്കെ എടുക്കുമെന്ന് പറയും. അനിയന്മാർക്കൊക്കെ ഭയങ്കര മടിയാണ്. നിധി വന്നതിന് ശേഷമാണ് കുറേശ്ശൊക്കെ ചെയ്തു തുടങ്ങിയെന്നൊക്കെ പറയും. അപ്പം എല്ലാ കാര്യങ്ങളും നിങ്ങളാണ് നോക്കണേന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയും. അങ്ങനെ ആ പെൺകുട്ടിക്ക് ചെറിയൊരു ഇഷ്ടക്കുറവ് വരുന്നുണ്ട്. പക്ഷേ എന്നാലും അത് പ്രകടിപ്പിക്കാണ്ട് സംസാരിച്ച് ഫോൺ വയ്ക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അമ്പലമാണ്. അമ്പലത്തിൽ നമ്മുടെ സുധീഷ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം, അമ്മേ ദേവി കാത്തിരക്ഷിക്കണേ, അവരിറങ്ങിയിട്ട് കുറച്ച് നേരമായല്ലോ കാണില്ലല്ലോ. അപ്പം നിധിയൊക്കെ വരുന്നത് കണ്ടിട്ട് അതിന് മുന്നേ തന്നെ അമ്പലത്തിലേക്ക് വന്നതാണ് നമ്മുടെ സുധീഷ്. അപ്പോൾ ഒരു കണ്ട് ശയനപ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ ഫുള്ളും കഴിഞ്ഞു എന്ന് വിചാരിച്ചോളും എന്ന് വിചാരിച്ചിട്ടാണ് സുധീഷിൻ്റെ സൂത്രപ്പണി. അപ്പോൾ അപ്പോഴത്തേനും നമ്മുടെ നിധിയും അതുപോലെ തന്നെ നികേഷും കൂടെ നടന്നു വരുന്നുണ്ടാവും സംസാരിച്ചുകൊണ്ട്. അപ്പോൾ ഓടി വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ സുധീഷ് വേഗം താഴത്ത് കിടന്നുരുളാണ്. അമ്മേ ദേവി മഹാമായി എന്നൊക്കെ പറഞ്ഞ ഉറക്കനെ ഇങ്ങനെ ഉരുളുന്നുണ്ടെങ്കിലും കൂടി ഇവർ രണ്ടുപേരും കണ്ടില്ല. ഇവർ നേരെ അമ്പലത്തിലേക്ക് പോകും റെസീറ്റ് എടുക്കാൻ, വഴിപാട് കഴിക്കാൻ. അപ്പോൾ അയാൾ ചമ്മി വേഗം എഴുന്നേൽക്കും. എന്നിട്ട് രസീറ്റൊക്കെ എടുത്ത് നിധി പുറത്തേക്ക് വന്ന് വീണ്ടും തൊഴണ്. അപ്പോൾ വേഗം സുധീഷ് വീണ്ടും താഴത്ത് വന്ന് കിടന്ന് വീണ്ടും വീണ്ടും ഉരുളുന്നുണ്ട്. എന്നിട്ട് പിന്നെയും രക്ഷയില്ല. അവർ കാണുന്നില്ല വേറൊരു ഒരമ്മ മുത്തശ്ശി ആരോ കൈനോട്ടക്കാർ വിളിച്ച് നിധിനെ കയറ്റി അങ്ങോട്ട് സംസാരിക്കുമ്പോൾ വീണ്ടും സുധീഷ് ചമ്മി നാണം കെട്ട് നിൽക്കും. പിന്നെ ഓടി വന്ന് അവർ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഓടി വന്ന് കഴിഞ്ഞിട്ട് സുധീഷ് ഉരുളണ്. അപ്പോൾ വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ തൊഴാനകത്തേക്ക് പോയി. അപ്പോൾ അയാൾ വീണ്ടും ചമ്മും. അത് കഴിഞ്ഞിട്ട് നേരെ വീണ്ടും മൂന്നാമതും നാലാമതും വരും. അപ്പോഴത്തേനും നമ്മുടെ അങ്ങനെ ഉറക്കെ ശക്തിയിലാണ് പ്രാർത്ഥിക്കുന്നത്. അത് നികേഷ് കാണും. അയ്യോ ഏട്ടത്തി ഇത് സുധീഷ് ഏട്ടനല്ലേ എന്ന് പറയും. ആ അപ്പോൾ അവരങ്ങോട്ട് ചോദിച്ചാലും നിങ്ങളോ എന്താ ഇത് നോക്കി, ഞാനേ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഒരു വഴിപാട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതിന് ചെയ്തതാണെന്ന് പറയും. സാരില്ല നിങ്ങളെ കണ്ടപ്പോൾ എഴുന്നേറ്റ്. അയ്യോ എഴുന്നേൽക്കണ്ട, ഈ അമ്പലം ഇതൊരു വഴിപാട് വിചാരിച്ചതല്ലേ, ഈ അമ്പലം ഫുള്ളും ഉരുളണം എന്ന് പറയും. അയ്യോ അത് വേണമെന്നില്ല, ഞാൻ കുറച്ചുരുളാന്ന് വിചാരിച്ചെന്ന് പറയും. അത് ശരിയാവില്ല നികേഷേ, നമുക്ക് ചേട്ടനെ ഉരുട്ടടാന്ന് പറയും. ഇത് നല്ലൊരു പണി കൊടുക്കുകയാണ്. അങ്ങനെ സുധീഷ് അവശതയാവുന്നു. അമ്പലം ചുറ്റും വന്നപ്പോഴത്തേനും പുറവും മുട്ടും ഒക്കെ പൊട്ടുന്നുണ്ട്. അപ്പോൾ അവളൊക്കെ കാണിച്ചു കൊടുക്കണം, ഞാനേ നിധിക്ക് സർട്ടിഫിക്കറ്റ് ശരിയാവാനും ഒരു നല്ല ജോലി കിട്ടാനും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഹരീഷ് അങ്ങനെ നമ്മുടെ നികേഷ് കളിയാക്കും. പിന്നെ ഒന്ന് പോയേട്ടാന്ന് പറയും. സത്യമായിട്ടും അതേന്ന് പറയും. ആവശ്യമില്ലാത്തതൊന്നും പറയണ്ടെന്ന് പറയും എന്ന് നിധി പറയും. അതിനുശേഷം പിന്നെ സുഭാഷിൻ്റെ സൈറ്റാണ് കാണിക്കുന്നത്. സുഭാഷിൻ്റെ സൈറ്റിൽ സുഭാഷ് പണിതുകൊണ്ടിരിക്കലേ ഫോൺ ബെല്ലടിക്കും. അപ്പോൾ ആ ഹിന്ദിക്കാരൻ വന്നിട്ട് നമ്പർ ലാസ്റ്റ് ആക്കാൻ പറയും. അപ്പോൾ ജ്യോതിയാണല്ലോ എന്ന് പറയും. കട്ടായി സേട്ടാ എന്ന് പറയും. അതെയോ, എന്നാൽ അവിടെ വെച്ചോളാൻ പറയും. അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വിളിക്കും. അപ്പോൾ സുഭാഷ് ഇറങ്ങി വന്നെടുക്കും. ഹലോ എന്നറിയും. ഞാൻ നേരത്തെ വിളിച്ചിരുന്നല്ലോ, എന്തൊക്കെയായിരുന്നു എന്നറിയും. പണിയിലായിരുന്നു എന്നറിയും. ഞാൻ കണ്ടായിരുന്നു, പക്ഷെ എടുക്കാൻ വന്നപ്പോഴത്തേനും കട്ടായി എന്നറിയും. എന്നിട്ട് തിരിച്ച് വിളിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കും. അത് അപ്പോഴത്തേനും ഇയാൾ വിളിച്ചല്ലോ എന്നറിയും. എന്താ വിശേഷം എന്ന് ചോദിക്കും. എന്താ ഇവിടെ എന്നറിയും. അപ്പോൾ ഇവിടെ പണിയെടുക്കുന്ന കാര്യങ്ങൾ പറയണേ. ആണോ,
സൈറ്റിൽ. അവിടെ എന്താ പിന്നെയെന്ന് ചോദിക്കും. പിന്നെയെന്ന് ചോദിക്കുമ്പോൾ വേറെ എന്തെങ്കിലും പറയുന്നതാണ് പെൺകുട്ടി വിചാരിച്ചത്. പക്ഷേ പിന്നെ സിമെൻറ്റിൻ്റെയും കട്ടര് അപ്പം ഇന്നലെ പാചകത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇന്നാണെങ്കിൽ സിമെൻറ്റ്, കട്ട, പണിക്കാർ, മേസ്തിരി, അതുപോലെ തന്നെ കോൺട്രാക്ടർ അവരൊക്കെ അങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, സിമെൻറ്റൊക്കെ ഇങ്ങനെയാണ്, പഴയ ഉറപ്പുണ്ടാവില്ല പുതിയ സാധനങ്ങൾക്ക്, അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ പെൺകുട്ടിക്ക് വീണ്ടും ഒരു ഇഷ്ടക്കുറവ് വരുന്നു. ആ പെൺകുട്ടി ഫോൺ വയ്ക്കും വേഗം. അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുനന്ദ നാഗദൈവങ്ങളെ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നികേഷും അതുപോലെ തന്നെ സുനന്ദയും തൊഴുത് ആ വഴിക്ക് വരികയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ സുനന്ദ ഇങ്ങനെ പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിധിയുടെ അടുത്തേക്ക് സുനന്ദ വരും. അപ്പോൾ നിധിയോട് പറയും ഈ നാഗങ്ങളെ എടുത്ത് 7 ദിവസം മഞ്ഞൾ വെച്ച് പ്രാർത്ഥിച്ചാൽ ഏത് നടക്കാത്ത കാര്യം നടക്കുമെന്ന് വിചാരിക്കുന്നു. അല്ല, നടക്കുമെന്നാണ് ആൾക്കാർ പറയുന്നത്. ഞാനതൊന്നൊരു പരീക്ഷിച്ച് നോക്കട്ടെ എന്ന് പറയും. അപ്പോഴത്തേനും സുധീഷ് അങ്ങോട്ട് വരും. സുധീഷ് പറയടോ, സത്യമായിട്ട് ഞാൻ തനിക്ക് വേണ്ടി ഈ വഴിപാട് നേർന്നാണ് കേട്ടോ എന്ന് പറയും. ആ ശരി, സമ്മതിച്ചെന്ന് പറയും. അപ്പോൾ പറയും നമുക്ക് ഈ സുഭാഷേട്ടൻ്റെയും സുനന്ദരെയും വിവാഹം നടത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ? പാവം, അതിന് നല്ല വിഷമമുണ്ടെന്ന് പറയും. എന്ത് ചെയ്യാനാണ്? അപ്പം അവൾക്ക് ധൈര്യമില്ലല്ലോ, അവളൊന്നും തുറന്നു പറയില്ല, വീട്ടിലും പറയില്ല എന്ന് പറയും. അപ്പം അതെല്ലാവരും അങ്ങനെ ആയിട്ടല്ലല്ലോ, ധൈര്യം ഉണ്ട് എല്ലാവർക്കും ഒരുപോലെ ആവണില്ലല്ലോ. അപ്പം ഞാൻ വന്നതോന്ന് ചോദിക്കും. താൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് ആ കങ്കാരുവിനെ ഇഷ്ടമല്ല എന്ന് തുറന്നും പറഞ്ഞ് പിന്നെ വീട്ടുകാരെ ധിക്കരിച്ച് താൻ ഇറങ്ങി പോരുകയും ചെയ്ത്. അപ്പോൾ പിന്നെ ധൈര്യപ്പെട്ട് നമുക്ക് വിവാഹം കഴിക്കാമല്ലോ എന്ന് മനസ്സിൽ ഇങ്ങനെ പറയും. ഞാൻ ഇഷ്ടപ്പെട്ടത് കൊണ്ട് എങ്ങനെയെങ്കിലും സ്വന്തമാക്കാമെന്ന് ഞാനും വിചാരിച്ചു എന്ന് പറയും. ഇതല്ലല്ലോ, ഒന്നും മിണ്ടില്ല, പിന്നെ എന്താ ചെയ്യാന്ന് പറയും. വീണ്ടും സുധീഷ് പറയടോ, ഞാൻ സത്യമായിട്ടും തനിക്ക് വേണ്ടിയിട്ട് വഴിപാട് നേർന്നതെന്ന് പറയും. അതെയോ, എന്നാൽ ശരി, മരുന്ന് ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് നിധി ചിരിച്ചുകൊണ്ട് പോകും. പിന്നെ വീണ്ടും കാണിക്കുന്നത് സുഭാഷിൻ്റെ സൈറ്റ് തന്നെയാണ്. സുഭാഷ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൈയൊക്കെ കഴുകി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വരും. അപ്പോൾ ആ ഹിന്ദിക്കാരൻ പറയും പഴയ നമ്പർ തന്നെയാണ് ചേട്ടാന്ന് പറയും. അപ്പോൾ ആ പെൺകുട്ടി അപ്പുറത്തുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത് സംസാരിക്കും. അപ്പോൾ പെൺകുട്ടിയോട് ഹലോ, എന്തൊക്കെയാണ്, കഴിച്ചോ? ലഞ്ചിൻ്റെ സമയം എന്ന് വിചാരിച്ചിട്ട് വിളിച്ചാന്ന് പറയും. ആ കഴിക്കണമെന്ന് പറയും. ആണോ, ജ്യോതി കഴിച്ചോ എന്ന് പറയും. ഇല്ല. അതെന്താന്ന് ചോദിക്കും. കറികളൊക്കെ ആവണുള്ളൂ അമ്മ അടുക്കളയിൽ, ഞാനിന്ന് പകുതി സമയം ലീവാണെന്ന് പറഞ്ഞു. ഞായറാഴ്ചകളിൽ ഓരോരുത്തർ മാറിപ്പോകണ്ട കാരണം ഇഷ്ടമുള്ളൊരു ദിവസം ലീവ് എടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്താ കറിയെന്ന് ചോദിക്കുമ്പോൾ ഞാനേ സാമ്പാർ ഉണ്ടാക്കി, കായപ്പേരി ഉണ്ടാക്കി, കായ ഇത്തിരി പഴുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചെറിയൊരു മധുരം, അതുപോലെ തന്നെ സാമ്പാറിൽ വെണ്ടക്കായ വറുത്തതേ കുറച്ച് മുരിവ് കൂടി, അതും പാടില്ല, ഒരു ലെവല് പാടുള്ളായിരുന്നു, വഴുവഴുപ്പും പാടില്ലായിരുന്നു എന്ന് പറയും. അത് കേട്ടപ്പോൾ ആ പെൺകുട്ടിക്ക് വീണ്ടും ദേഷ്യം വരുന്നു. ഇതൊക്കെയാണ് പറയണത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അങ്ങനെ ആ പെൺകുട്ടി ഫോൺ വെച്ചിട്ട് ഇത് ശരിയാവില്ല എന്നിങ്ങനെ തീരുമാനിക്കുന്നു. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീഷും അതുപോലെ തന്നെ അനിയന്മാരും നിധിയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ അവർ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഓരോന്നൊക്കെ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അപ്പോൾ ഇതിന് സുഭാഷ് ഏട്ടൻ്റെ കാര്യം എന്താക്കും അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വരുന്നത്. അപ്പം നിധി ചോദിക്കും, അച്ഛൻ ഇങ്ങനെ അകത്തേക്ക് കയറി വരും. അപ്പോൾ അച്ഛൻ ചോദിക്കും, അതെ, അച്ഛനോട് നിധി ചോദിക്കും ചോറ് എടുക്കട്ടെ? ഓ, എനിക്ക് വേണ്ട, ഈ സാമ്പാറും കൂട്ടി ആര് ചോറിനാൻ, ഞാനേ ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ചു എന്ന് പറയും. എന്നിട്ട് ഒരു പൊതി കയ്യിലുണ്ടാവും. അപ്പോൾ ആ പൊതി എടുത്തിട്ട് നികേഷിനെ കൊണ്ട് ഒരു പാത്രം എടുപ്പിച്ച് അതിലേക്ക് കുടയിപ്പിക്കും. ആ കുടഞ്ഞിടും. അപ്പോൾ ഹരീഷ് ചോദിക്കും ഭക്ഷണം കഴിച്ചാൽ പിന്നെ അതും കൂടെ അവിടെ നിന്ന് കഴിച്ചാൽ പോരാ, പിന്നെ എന്തിനാ അതും കൊണ്ട് ഇങ്ങോട്ട് വന്നേ, നീ പോടാ, നീ എന്നെ ഭരിക്കാറായിട്ടില്ല എന്ന് പറയും. എന്നിട്ട് ചിക്കൻ വറുത്തതായിരുന്നു, അത് നിധിയുടെ പ്ലേറ്റിലേക്ക് നിധിക്ക് കൊടുക്കും. എന്നാ മോളെ, ഇത് നീ കഴിച്ചോന്ന്. അയ്യോ എനിക്ക് വേണ്ട, അച്ഛൻ കഴിച്ചോന്ന് പറയും. ഇത് ഞാൻ നിനക്ക് വാങ്ങിയതാണ്, ഞാൻ അവിടെ നിന്ന് കഴിച്ചു എന്ന് പറയും. അപ്പം നിധി മേടിക്കും. പിന്നെ ഒരു കാര്യം, അപ്പോഴത്തേനും സുധീഷ് വേഗം കൈ കാട്ടുമ്പോൾ നിധിയോട് പറയും, മോളെ ഒരു കാര്യം, ഇത് നിനക്ക് മാത്രം വാങ്ങിയതാണ്, ഒരവന്മാർക്ക് ഇതിനൊരു കഷ്ണം പോലും കൊടുക്കരുത് കേട്ടാ. അപ്പം അല്ലെങ്കിൽ ആർക്ക് വേണം, എനിക്ക് വേണ്ടാന്ന് സുധീഷ് വേഗം പറയും. ആ വേണ്ട, നിങ്ങളാരും തിന്നണ്ട, അതാ പെൺകുട്ടിക്ക് വാങ്ങിയാണെന്ന് പറഞ്ഞ് ഭാസ്കരൻ വേഗം വേറാത്ത് വന്നിരുന്ന് പാട്ടൊക്കെ വെക്കണേ. അപ്പം നമ്മുടെ നികേഷ് പറയും, എന്തൊരു സ്നേഹം, അങ്ങോട്ട് ഒഴുകണല്ലോ അല്ലേ ഏട്ടാന്ന് പറയും. അതന്നെയെന്ന് പറയും. അപ്പം നിധി പറയും, ഇത്രയും സ്നേഹമൊക്കെ കണ്ടിട്ടേ എനിക്കൊരു സംശയം. എന്താ? അല്ല, അച്ഛൻ അമ്മയെ എന്ന് പറഞ്ഞപ്പോഴത്തേനും അനിയന്മാരൊക്കെ അങ്ങനെ ആകെ വല്ലാണ്ടാവണം. അവർക്ക് അതിനൊരു മറുപടി ഉണ്ടായിരുന്നില്ല. പിന്നെ ആ വിഷയം വിടാനായിട്ട് വേഗം ചിക്കൻ നമ്മുടെ
സുധീഷ് എടുക്കും. അപ്പോൾ സുധീഷ് നിങ്ങൾക്കല്ലേ വേണ്ടാന്ന് പറഞ്ഞേന്ന് പറയും ഹരീഷ്. അതൊക്കെ പറയും, അതൊന്നും സാരില്ല എന്ന് പറയും. അങ്ങനെ ഭാസ്കരൻ അപ്പോഴത്തേനും അപ്പുറത്ത് പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ആസ്വദിച്ചിരിക്കുന്നു. അപ്പുറത്ത് ഹരീഷിന് കൊടുക്കും. ഹരീഷിന് വേണ്ടാന്ന് പറയും. നികേഷിന് കൊടുക്കുമ്പോൾ പറയും എനിക്കും വേണ്ട, ഏട്ടത്തി എടുത്തോന്ന് പറയും. അത് സാരില്ല, നീ എടുത്തോളാൻ പറയും. അപ്പോഴത്തേനും മുഴുവനും നമ്മുടെ സുധീഷ് എടുത്തിട്ടുണ്ടാവും, ചിക്കനല്ലേ. അപ്പോൾ പിന്നെ ആ പാത്രം കൂടെ അവിടെ തിന്നായിരുന്നില്ല, ഞങ്ങൾക്ക് എന്തിനാന്ന് ചോദിക്കും. അപ്പോൾ വേഗം നമ്മുടെ നിധി എടുത്തും കഴിഞ്ഞിട്ട് നിധിയുടെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് 2 കഷ്ണം കൊടുക്കും. കഴിച്ചോ എന്ന് പറയും സ്നേഹത്തോടെ. അങ്ങനെ അവരെല്ലാവരും കൂടെ സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. പ്രൊമോയിലാണെങ്കിൽ നമ്മുടെ ജ്യോതിയോട് നിധി സംഗതികളൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ഇഷ്ടപ്പെട്ടോ എന്തായാലും തീരുമാനം അറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് സുഭാഷേട്ടനായിട്ട് സംസാരിക്കാമെന്ന് പറയും. അപ്പോൾ സ്പീക്കറിൽ ഇട്ടിട്ട് പറയുന്നത്. അപ്പോൾ പെൺകുട്ടി പറയുന്നതാണ് സോറി നിധി എന്ന് പറയുന്നത്. കാരണം സുഭാഷിനായിട്ട് സംസാരിച്ചിടത്തോളം സുഭാഷിനായിട്ട് ഒത്തു പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാവുമല്ലേ. അങ്ങനെ അവർക്ക് ആ ബന്ധം വേണ്ടാന്ന് അവർ തീർത്ത് പറയുന്നത്. അപ്പോൾ അവരെ സന്തോഷവും എല്ലാം അതോടുകൂടി അസ്തമിക്കുന്നു. കാരണം എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ ഉണ്ടായതല്ലേ. അങ്ങനെ അവർക്ക് അനിയന്മാർക്കും നിധിക്കൊക്കെ ഭയങ്കര വിഷമാവും. പിന്നെ എന്ത് ചെയ്യും ഇനി? എന്തായാലും നമുക്ക് സുനന്ദനെ തന്നെ കല്യാണം ആലോചിച്ചാലോ എന്ന് ആലോചിക്കും. അങ്ങനെ ഭാസ്കരനോട് ചെന്ന് പറയും, അച്ഛാ സുഭാഷേട്ടന് സുനന്ദനെ ഇഷ്ടമാണ്, സുനന്ദയ്ക്ക് സുഭാഷേട്ടന് ഇഷ്ടമാണ്, അതിന് ഞാൻ എന്ത് വേണം? നമുക്ക് അവരെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് സുനന്ദനെ കല്യാണം ആലോചിച്ചാലോ അച്ഛാന്ന് പറയും. അനിയന്മാരും സുധീഷും നമ്മുടെ നിധിയുടെ കൂടെ കട്ടയ്ക്കുണ്ട്, എന്തിനും ആരുടെ മുന്നിലും താഴാനും. പക്ഷെ ഭാസ്കരന് താല്പര്യമില്ലാത്ത പോലെയായിരുന്നു സംസാരം. എന്തായാലും ഭാസ്കരൻ പോകില്ല. അങ്ങനെ നമ്മുടെ നിധിയും സുധീഷും അനിയന്മാരൊക്കെ കൂടി സുനന്ദനെ കല്യാണം കഴിച്ച് തരുമോ സുഭാഷേട്ടനും ചോദിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നതോടെയാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. ഭാസ്കരൻ ഒരു പുച്ഛത്തോടെ ചിരിച്ച് ഭാസ്കരനും അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് പ്രമോയുടെ അവസാന ഭാഗം അത്രയേ ഉള്ളൂ.